ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു കോമ്പോസിറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല പീച്ച് കളർ ഷെയ്ഡിൽ വൈറ്റ് ആൻഡ് റെഡ് മിക്സിംഗ് ആയിട്ടുള്ള നല്ല ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഒരു റോപ്പ്, ഒരു ഗാദേർഡ് ഫ്രോക്ക്, ഒരു പില്ലോ കേസ് ഡ്രസ്സ്, അങ്ങനെ 3 ഡ്രസ്സസാണ് നമ്മൾ ഈ കോമ്പോസിറ്റിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. റോപ്പറിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സ്ലീവ്സിൽ നമ്മൾ റെഡ് കളർ ചൂസ് ചെയ്തിട്ട് റഫ്ലസ് ആഡ് ആക്കിയിട്ടുണ്ട്. പില്ലോ കേസ് ഡ്രസ്സിൽ സ്ലീവ്സിലും ആ റിബൺസും നമ്മൾ സെയിം പാറ്റേൺ യൂസ് ചെയ്തിട്ട് വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നെയിമാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ആ നെയിമിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇടയിലൊക്കെ സ്വീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് വേറൊരു ഫ്രോക്കും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതും ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ്. യോക്ക് പോർഷനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രീം കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ആയതുകൊണ്ട് ഫ്ലോറൽ പ്രിൻറ്റിനോട് സിമിലാരിറ്റി വരുന്ന എംബ്രോയ്ഡറിയും നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ഇനി സ്വീറ്റ് പിക്കിയുടെ ട്രേഡ് മാർക്കായ ക്രോഷി ഷൂസും ഹെയർ ബാൻഡ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു റാബിറ്റ് തീമിൽ ചെയ്ത ഒരു റാറ്റിലും നമ്മളതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. സ്വീറ്റ് പിക്കിയുടെ കോമ്പോസിറ്റിൽ വരുന്ന ഒരു മിനി ക്യാൻവാസും ഉണ്ട്. അറബിക്, മലയാളം, ഇംഗ്ലീഷ് എന്നീ 3 കാലിഗ്രാഫിയിൽ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു എൻ്റർപ്രണർ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നത് മുതൽ അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ടീവ് ചെയ്യാൻ മാത്രം ടാലൻറ്റഡ് ആയിരിക്കണമെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് അത് പാക്കിംഗ് ആണ്. ഓരോ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുമ്പോഴും മനസ്സിനുണ്ടാകുന്ന സാറ്റിസ്ഫിക്കേഷൻ പറഞ്ഞാൽ തീരാവുന്നതിലപ്പുറമാണ്. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.